ഈ ഫാബ്രിക്സും ഒക്കെ ഈ പത്മാവതി സിൽക്ക് എന്ന് പറയുന്ന ഒരു 100% വിസ്കോസ് മെറ്റീരിയലാണ്. ബ്രീത്തബിൾ ആയിട്ടുള്ള 100% ഡയബിൾ ആയിട്ടുള്ള ഒരു പ്യുവർ ഫാബ്രിക്. പത്മാവതി സിൽക്ക് എന്നാണ് മാർക്കറ്റിൽ ഇതിന് പറയുക. ശരിക്കും അതൊരു മാർക്കറ്റ് നെയിം തന്നെയാണ്. ശരിക്കും വിസ്കോസ് മെറ്റീരിയൽ അത്രയേ ഉള്ളൂ. ടെക്സ്ചർ ഫീല് അല്ലെങ്കിൽ ഈ ഒരു ജൂട്ട് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രൈപ്പ് എഫക്റ്റ് ഉള്ള ഒരു ടെക്സ്ചേർഡ് ഫീലുള്ള ഒരു ഫാബ്രിക് 100% വിസ്കസ് ആയിട്ടുള്ള. ഇതിൻ്റെ ഡയബിൾ ഉണ്ട്. ഇത് ഡൈ ചെയ്തൊരു എഫക്റ്റാണ് അങ്ങനെ. സാരീസിനോ ഡ്രസ്സസിനോ പെർഫെക്റ്റ് ഓപ്ഷൻ. ഒത്തിരി പ്ലെയിൻ അല്ലാത്ത ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സാരീസിനോ ഡ്രസ്സസിനോ ഈവൻ മെൻസ് വെയർ കുർത്തയ്ക്കോ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഡ്രസ്സസ് ചെയ്യുകയാണെങ്കിൽ 100% ലൈനിങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ സ്ലീവ്സിനോ കാര്യങ്ങൾക്കോ ഇത് ഓവർ ടൈറ്റ് അല്ല എങ്കിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലീവ് പോർഷനിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. 44 ഇഞ്ച് ഫാബ്രിക്കാണ്, പ്യുവർ വിസ്കോസ് ആണ്, ഡയബിൾ ആണ്. 290 290 പ്രൈസ് റേഞ്ചാണ് മെലാഞ്ചിൽ ഇതിന് ഡയബിളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൈ ചെയ്ത് ഏത് കളറിലേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ DTCയിൽ ഇത് ഹോൾസെയിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാരീസിനോ അല്ല എങ്കിൽ ഡ്രസ്സസിനോ പാർട്ടി വെയറിലോ സെമി കാഷ്വൽ വെയർസിലോ എല്ലാം ഒരു പെർഫെക്റ്റ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡൈ ചെയ്ത എഫക്റ്റാണ്. ഹോൾസെയിലായിട്ട് ഡൈ ചെയ്യണമെങ്കിൽ TTCയിൽ കോൺടാക്ട് ചെയ്യുക. അല്ല റീറ്റെയിലായിട്ട് തുക്കട ഡൈങ് 1 മീറ്റർ 2 മീറ്റർ 5 മീറ്ററൊക്കെ അങ്ങനെ റീറ്റെയിലായിട്ട് ഡൈ ചെയ്യണമെങ്കിൽ അത് മെലാഞ്ച് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ട്രൈ ചെയ്യാം. ഇതൊരു 2-3 ഇയേഴ്സായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ അപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആരും ഇതിനെ അധികമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അധികമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ചധികം പീസസ് സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ ഫാബ്രിക്കാണ്. ശരിക്കും റോ സിൽക്കിൻ്റെ ഒരു ഫീല്, ആ ടെക്സ്ചർ ഫീല് റോ സിൽക്കിൻ്റെയാണ്. പക്ഷേ ഓവർ സ്റ്റിഫ്നെസ് ഇല്ല, സിൽക്കി ഫിനിഷാണ്. സിൽക്കല്ല വിസ്കോസാണ്. ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.